ഒരു ഇലക്ഷൻ റിസൾട്ട് അത് വെറും കുറച്ച് നമ്പറുകളല്ല, അതൊരു ജനതയുടെ പ്രതീക്ഷകളും നിരാശകളുമാണ്. ഇന്ന് നമ്മൾ തിരുവമ്പാടി എന്ന ഒരു നിയോജക മണ്ഡലത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇവിടെ നമ്മൾ വ്യക്തികളെയോ പാർട്ടികളെയോ അല്ല വിശകലനം ചെയ്യുന്നത്, മറിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളും ഭരണ സംവിധാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു ശാസ്ത്രീയമായ സമീപനമാണ്. നമുക്ക് തുടങ്ങാം. അപ്പോ എന്താണൊരു ഇലക്ഷൻ? ശരിക്കും അതൊരു സംഭാഷണമാണ്. ജനങ്ങളുടെ പറയാത്ത പരാതികളും ഭരണ സംവിധാനത്തിന്റെ പ്രതികരണങ്ങളും തമ്മിലുള്ളൊരു സംഭാഷണം. ആ സംഭാഷണത്തിന്റെ ഗതി മനസ്സിലാക്കാനാണ് നമ്മളിന്ന് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലുള്ള തിരുവമ്പാടിയിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത്. അവിടുത്തെ ജനവിധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ വിശകലനം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, തിരുവമ്പാടിയുടെ ഈ മണ്ണിൽ നിന്ന്. ഇവിടുത്തെ മലയോര പാതകൾക്കും വറ്റിവരണ്ട പുഴകൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കുമ്പോഴേ അവരുടെ ദൈനംദിന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും വെല്ലുവിളികളും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് വെറുമൊരു ഭൂപടമല്ല, ഒരു ജനതയുടെ ജീവിതമാണിതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. തോണ്ടിമിൽ പോലുള്ള സ്ഥലങ്ങളിലെ ഈ ഒരു കാഴ്ച നോക്കൂ. ഒരു കുടം വെള്ളത്തിനു വേണ്ടി ടാങ്കർ ലോറിക്കായി കാത്തു നിൽക്കുന്ന സ്ത്രീകൾ. ഇരുവഞ്ഞിപ്പുഴ വറ്റി വരണ്ടുപോയി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, വെറുമൊരു വെള്ളത്തിന്റെ കുറവല്ല. ഇത് ഓരോ ദിവസവും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിസന്ധിയാണ്. വെള്ളം കിട്ടാതാവുന്നത് ഒരു അസൗകര്യം മാത്രമല്ല, അത് അവരുടെ അന്തസ്സിന്റെ പ്രശ്നമാണ്. ഇതാണ് താഴെത്തട്ടിലെ യാഥാർത്ഥ്യം. ഇവിടെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു കണക്ഷനുണ്ട്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മലയോര മേഖലയിലെ മോശം റോഡുകൾ. ഇത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സമയത്തിന് മാർക്കറ്റിലെത്തിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നു, കച്ചവടത്തെ ബാധിക്കുന്നു. അതിന്റെ ഫലമായി വരുന്ന രണ്ടാമത്തെ പ്രശ്നമെന്താണ്? യുവാക്കൾക്കിടയിലെ കടുത്ത തൊഴിലില്ലായ്മ. അവസരങ്ങൾ കുറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു അതൃപ്തി പുകഞ്ഞു തുടങ്ങുന്നത് സ്വാഭാവികമാണ്. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കൂ. ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. കേരളത്തിൽ 15നും 29നും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ പുരുഷന്മാരുടെ തൊഴിലില്ലായ്മ 18.6%. എന്നാൽ സ്ത്രീകളുടെ കാര്യം അതിലും കഷ്ടമാണ്. ഏകദേശം അതിന്റെ ഇരട്ടി, 35.6%. ഇത് വെറുമൊരു നമ്പറല്ല, ഇതൊരു തലമുറയുടെ സ്വപ്നങ്ങളെയാണ് ബാധിക്കുന്നത്. സ്വാഭാവികമായും ഒരു മാറ്റം വേണമെന്നുള്ള ആഗ്രഹം അവരിൽ ശക്തമാകും. അപ്പോ ഇതൊക്കെയാണ് തിരുവമ്പാടിയുടെ മനസ്സ് തീരുമാനിക്കുന്ന പ്രധാന കാര്യങ്ങൾ. കുടിവെള്ള പ്രശ്നം, തൊഴിലില്ലായ്മ, വന്യജീവി ആക്രമണം, ആദിവാസി മേഖലയിലെ സൗകര്യക്കുറവ്, ഇവയോരോന്നും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളല്ല. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഭരണ സംവിധാനം തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ ജനങ്ങളിലുണ്ടാകുന്നു. അതിന്റെ കൂടെ വിലക്കയറ്റം സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഗൾഫിൽ നിന്ന് തിരികെ വന്നവരുടെ ഭാവിയാണെങ്കിൽ അനിശ്ചിതത്വത്തിലും. ഇതെല്ലാം ചേരുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നു. ഇനി നമുക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ സാമൂഹിക ഘടന എങ്ങനെയാണെന്ന് നോക്കാം. തിരുവമ്പാടിയിൽ പലതരത്തിലുള്ള ജനവിഭാഗങ്ങളുണ്ട്. ഹിന്ദുക്കൾ 56.2%, മുസ്ലിങ്ങൾ 39.2%, ക്രിസ്ത്യാനികൾ 4.3%. ഈ സാമൂഹിക വൈവിധ്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം. ഓരോ വിഭാഗത്തിനും അവരുടേതായ ആശങ്കകളും ആവശ്യങ്ങളുമുണ്ട്. തിരുവമ്പാടിയിലെ ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട്. അത് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സാധാരണയായി 79നും 81%-ഇടയിലാണ് ഇവിടുത്തെ വോട്ടിംഗ്. 2021-ൽ ചെറിയൊരു കുറവുണ്ടായെങ്കിലും ഇത് കാണിക്കുന്നത് ഒന്നു മാത്രമാണ്: തങ്ങളുടെ ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അവർ നിശ്ശബ്ദരായി എല്ലാം സഹിക്കുന്നവരല്ല. 2021-ലെ റിസൾട്ട് ഒന്ന് നോക്കിയാൽ കളി എത്ര ടൈറ്റായിരുന്നു എന്ന് മനസ്സിലാകും. LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 47.46% വോട്ട്. തൊട്ടുപിന്നാലെ UDF സ്ഥാനാർത്ഥിക്ക് 44.21%. വ്യത്യാസം വെറും 3%-അൽപ്പം കൂടുതൽ മാത്രം. അതായത് ഇവിടെ മത്സരം എപ്പോഴും കടുത്തതാണ്. ജയവും തോൽവിയും തീരുമാനിക്കുന്നത് വളരെ ചെറിയ വോട്ടുകൾക്കാണ്. അതുകൊണ്ടുതന്നെ ഒരു ചെറിയ വിഭാഗത്തിന്റെ അതൃപ്തി പോലും തിരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഇനി നിലവിലെ MLAയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനൊരു പ്ലസ് പോയിന്റ് ഉണ്ട്: സാധാരണക്കാരനിലൊരുവൻ എന്നൊരു ഇമേജ്. ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം ഒരു ശരാശരി പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് റോഡുകളുടെ വിഷയത്തിൽ ജനങ്ങൾക്ക് വലിയ പരാതിയുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന വെല്ലുവിളി. ഇങ്ങനൊരു വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ചില മൂല്യങ്ങളെപ്പറ്റി. അതിൽ ഏറ്റവും പ്രധാനം ഓരോ വ്യക്തിയുടെയും അന്തസ്സാണ്. തോണ്ടിമില്ലിലെ അമ്മമാർക്ക് ഒരു കുടം വെള്ളം കിട്ടുന്നത് അവരുടെ അവകാശമാണ്, അത് അവരുടെ അന്തസ്സിന്റെ ഭാഗമാണ്. അതോടൊപ്പം നേതാക്കളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും വിമർശിക്കാനുമുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, അത് നമ്മൾ ഉത്തരവാദിത്തത്തോടെ വിനിയോഗിക്കണം. ഇതാണ് ഒരു യഥാർത്ഥ ജനാധിപത്യത്തിന്റെ അടിത്തറ. ഒരു ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഫ്രെയിംവർക്ക് ഉപയോഗിക്കാം. ഒരു 6 വ്യത്യസ്ത കണ്ണാടികളോടെ നോക്കുന്നതുപോലെ: പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ,
ടെക്നോളജിക്കൽ, എൻവയൺമെന്റൽ, ലീഗൽ. ഈ ഓരോ കാഴ്ചപ്പാടിലൂടെയും നോക്കുമ്പോൾ നമുക്ക് തിരുവമ്പാടിയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായൊരു ചിത്രം കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പ്രശ്നങ്ങളില്ലേ, അതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണ്? 1. ജീവിത ചെലവ് കൂടുന്നത് ജനങ്ങളെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നു. 2. സർക്കാർ നൽകുന്ന ക്ഷേമ പദ്ധതികൾ മാത്രം പോരാ, സ്ഥിരമായ വരുമാനം വേണമെന്നൊരു ചിന്ത ജനങ്ങളിൽ ശക്തമായിട്ടുണ്ട്. ഇതിനെ വെൽഫെയർ ഫെറ്റീക്ക് എന്ന് പറയാം. ഇതിനെല്ലാം പുറമെ വന്യജീവി ആക്രമണം പോലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നു. ഇതെല്ലാമാണ് വോട്ടർമാരുടെ അതൃപ്തിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ. അപ്പോ ആരാണ് ശരിക്കും തിരുവമ്പാടിയിൽ ജയപരാജയം തീരുമാനിക്കുന്നത്? അത് സ്വിംഗ് വോട്ടർ എന്ന് നമ്മൾ പറയുന്നൊരു വിഭാഗമാണ്. അതായത് ഒരു മുന്നണിയിലും സ്ഥിരമായി നിൽക്കാത്തവർ. ആരാണവർ? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, കടക്കെണ്ണിയിലായ കർഷകർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ. ഇവരുടെ വോട്ടുകൾ ആര് നേടുന്നുവോ അവർ തിരുവമ്പാടിയിൽ ജയിക്കും. അവരുടെ പ്രശ്നങ്ങൾക്ക് ആര് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുന്നുവോ അവർക്കായിരിക്കും മുൻതൂക്കം. ഈ വെല്ലുവിളികളെയൊക്കെ നേരിടാൻ ഒരു സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ആവശ്യമാണ്. നമുക്കതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. അതായത് 4 മുഖങ്ങളുള്ള ഒരു ആശയവിനിമയ തന്ത്രം. ഇത് വെറുമൊരു ഇലക്ഷൻ ജയിക്കാനുള്ള തന്ത്രമല്ല, മറിച്ച് ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഭരണത്തിനുള്ള രൂപരേഖയാണ്. ഒരു നേതാവ് ജനങ്ങളുമായി എങ്ങനെ സംസാരിക്കണമെന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്. ഈ സ്ട്രാറ്റജിക്ക് 4 മുഖങ്ങളുണ്ട്. ഒന്നാമത്തത് ഒരു ആക്രമണ മനോഭാവം. ഇത് വ്യക്തികൾക്കെതിരെയല്ല, മറിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കുടിവെള്ള പ്രശ്നം, തൊഴിലില്ലായ്മ തുടങ്ങിയ സിസ്റ്റത്തിന്റെ പരാജയങ്ങൾക്കെതിരെയാണ്. രണ്ടാമത്തത് സ്ഥിരത ഉറപ്പു നൽകുന്ന ഒരു സമീപനം. അതായത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ശാന്തമായ നേതൃത്വം. മൂന്നാമത്തത് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക. നാലാമത്തത് ഒരു സംരക്ഷകന്റെ റോൾ. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവർക്ക് ഒരു സംരക്ഷണ കവചമായിരിക്കുമെന്ന് ഉറപ്പു നൽകുക. ഈ 4 സന്ദേശങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് അതൊരു പൂർണ്ണമായ ആശയമായി മാറുന്നത്. ഈ പറഞ്ഞ തന്ത്രമൊക്കെ എങ്ങനെയാണ് പ്രായോഗികമാവുന്നത്? വെറുതെ വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. യുവാക്കൾക്ക് വേണ്ടി തൊഴിൽമേളകൾ സംഘടിപ്പിക്കുമ്പോൾ, കർഷകർക്ക് വേണ്ടി പുതിയ ജലസേചന പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓരോ വിഭാഗവുമായി നേരിട്ട് സംസാരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അതിന് കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. വെറും വാഗ്ദാനങ്ങൾ പോരാ, മാറ്റം വരുന്നുവെന്ന് ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയണം. അതിനാണ് ആക്സിലറേറ്റർ പ്രോജക്റ്റുകൾ. ഉദാഹരണത്തിന്, ഒരു പുതിയ കുടിവെള്ള പദ്ധതി തുടങ്ങുമ്പോൾ അത് വെറും പൈപ്പിലൂടെ വരുന്ന വെള്ളമല്ല, ഭരണകൂടം തങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഒരു പുതിയ സ്കിൽസ് ഹബ്ബ് വരുമ്പോൾ അത് യുവാക്കൾക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് വിശ്വാസമാണ്. ആ വിശ്വാസം പടുത്തുയർത്തണമെങ്കിൽ ജനങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ വ്യക്തിവിവര സംരക്ഷണ നിയമം പറയുന്നത് അതാണ്. ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ അവരുടെ വ്യക്തമായ സമ്മതത്തോടെ ആവശ്യത്തിന് മാത്രം ശേഖരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. ഇത് നിയമപരമായ ഒരു കാര്യം മാത്രമല്ല, ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് അതേ ചോദ്യത്തിലേക്ക് വരുന്നു. ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഇത്ര ചെറിയ മാർജിനിൽ ജയം തീരുമാനിക്കുന്ന തിരുവമ്പാടിയിൽ അവസാനം ആര് ജയിക്കും? ഉത്തരം വളരെ വ്യക്തമാണ്. ഇവിടെ ജയിക്കുന്നത് ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്നവരല്ല, മറിച്ച് ജനങ്ങളുടെ ശബ്ദം ഏറ്റവും നന്നായി കേൾക്കുന്നവരാണ്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം നൽകുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. ജനങ്ങളുടെ പ്രതീക്ഷകളെ തൊഴിലും വെള്ളവും വിശ്വാസവും പോലുള്ള യഥാർത്ഥ ഫലങ്ങളാക്കി മാറ്റുന്നവരാണ് വിജയിക്കുക. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരത്തിനു വേണ്ടിയുള്ളൊരു കളി മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ജനങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ളൊരു മാർഗമാണ്. താഴെത്തട്ടിലുള്ള സാധാരണ മനുഷ്യന്റെ ശബ്ദം കേൾക്കാതെ വരുമ്പോൾ ഭരണവും ജനങ്ങളും തമ്മിലുള്ള സംഭാഷണം മുറിഞ്ഞുപോകും. അതൊരു അപകടകരമായ നിശബ്ദതയാണ്. ആ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് തിരുവമ്പാടി നമുക്ക് നൽകുന്നത്. ഇത്തരത്തിൽ ഡേറ്റയെ അടിസ്ഥാനമാക്കി ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടാവുന്നതാണ്. mgr@blueprintstrategies.ai എന്ന ഇമെയിലിലോ 080420416002 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ജനസേവനമാണ് ലക്ഷ്യം.